ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് ചെന്നതിന് ശേഷമുള്ള ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് തൃശ്ശൂരിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു കേട്ടോ. പൊതുവെ എല്ലാ വെക്കേഷനും വരുമ്പോഴും ഞാൻ നെസ്റ്റോയിൽ പോകാറുണ്ട്. ഇനിവേ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഓഫറൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഓർത്താണ് ഞങ്ങൾ പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ബഹ്റിനിലെ നെസ്റ്റോയിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെയും അവൈലബിൾ ആണ് കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. കിച്ചൺ ഐറ്റംസ് ആയാലും ഹോം ഡെക്കോർ ആയാലും ട്രാവൽ ബാഗ്, ട്രോളി ബാഗ് തുടങ്ങി എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആവശ്യമുള്ള സ്റ്റേഷനറി ഐറ്റംസ്, ടോയ്സ്, അങ്ങനെ ഇന്ന് വേണ്ട വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെയുണ്ട്. ഈ നെസ്റ്റോ മുഴുവൻ കണ്ട് തീർക്കാൻ തന്നെ ഒത്തിരി സമയമെടുക്കും. കാരണം അത്രമാത്രം ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനും പറ്റും. എല്ലാ ഐറ്റംസിനും ഒത്തിരി റേറ്റ് ഉള്ളതുപോലെ എനിക്കും തോന്നിയതല്ല. അതുമാത്രമല്ല, കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം തന്നെയുണ്ട്. സൺസ്ക്രീൻ, മോയ്സ്ചറൈസിങ് ക്രീം തുടങ്ങി. പണ്ട് ഞാനിതെല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ആമസോണിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം എനിക്ക് ഇവിടെ നിന്നാണ് ഞാൻ പൊതുവെ വാങ്ങിക്കാറ്. കാരണം ഏത് ബ്രാൻഡ് ഐറ്റംസും ഇവിടെയുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ചെന്ന് അവിടെ ഒരു സ്കൂൾ ബസ്സിൻ്റെ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പാടി അവിടെ നിന്നൊരു ഫോട്ടോഷൂട്ട് നടത്തി. അതുപോരാഞ്ഞ് നെയിൽ എക്സ്റ്റൻഷൻ്റെ വളരെയധികം വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അതിന് വലിയ വിലയുമില്ല. ഒത്തിരി വെറൈറ്റി ഡിസൈൻസ് ഉള്ള ബോക്സസ് ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ വരവ് അറിയിക്കുന്ന രീതിയിലുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും ഉണ്ട്. സാന്റാക്ലോസും സ്റ്റാർസും ഡെക്കേഴ്സും എല്ലാം ആയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ. കിഡ്സിൻ്റെ തുടങ്ങി മുതിർന്നവരുടെ തുടങ്ങി എല്ലാവിധം വ്യത്യസ്തമായ ഡ്രസ്സും അവിടെയുണ്ട്. അങ്ങനെ ഞാനതെല്ലാം കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ഇത്രയും ഡ്രസ്സിൻ്റെ കളക്ഷൻ ഞാൻ മുൻപ് അവിടെ ചെന്നപ്പോൾ കണ്ടിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഡെനിമിൻ്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റി ഓഫ് ക്രോപ്പ് ടോപ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കളേഴ്സ് ഞാൻ കണ്ടു. പല കളറിലുള്ള ജീൻസും ജെഗിൻസും ലെഗിൻസും അങ്ങനെ ലിനൻ ടൈപ്പ് ക്രോപ്പ് ടോപ്സും അങ്ങനെ എന്ന് വേണ്ട വെറൈറ്റി ഓഫ്, പിന്നെ കോട്ടൻ്റെ ആയാലും ഫ്രോക്ക് ടൈപ്പ് ടോപ്സ് ഞാൻ അവിടെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഓടി നടന്ന് കണ്ടു. പിന്നെ കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങിച്ചു. ഡെനിമിൻ്റെ തന്നെ കുറച്ച് ജീൻസ് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു. പിന്നെ പല കളേഴ്സിലുള്ള പാൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഒത്തിരി വെറൈറ്റി ഓഫ് കളേഴ്സ് അവിടെ അവൈലബിളും ആയിരുന്നു ആ സമയത്ത്. പൊതുവെ അവിടെ അധികം തിരക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയതുമില്ല. ഡെനിമിൻ്റെ നല്ല ടോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് പോരാഞ്ഞ് വെറൈറ്റി ക്രോപ്പ് ടോപ്സാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ലിനൻ ടൈപ്പ് ടോപ്പും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ഓൾറെഡി പുറത്തുനിന്ന് പോയിട്ട് ലീവിന് നാട്ടിലേക്ക് വരുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നെസ്റ്റോ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി സാധനങ്ങളൊന്നും നമുക്ക് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ്സും സാധനങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. അതുമാത്രമല്ല, കിച്ചണിലേക്ക് വേണ്ട ഒരുവിധം കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളും അവിടെയുണ്ട്. ഫിഷ്, മീറ്റ്, ചിക്കൻ ഐറ്റംസ്, അങ്ങനെ ഫിഷെല്ലാം നമുക്ക് ആവശ്യമുള്ള ഫിഷ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ എടുത്തു തരും. അങ്ങനെ അവിടെ ഒരു സൈഡിൽ മൊത്തം ഇരിക്കുന്നത് കേക്കിൻ്റെ മറ്റൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള പലതരം കേക്കുകളും ഡോണറ്റ്സും കുക്കീസും എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഡോണറ്റ് പൊതുവേ എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഓടി നടന്ന് കുറച്ച് പച്ചക്കറി എല്ലാം വാങ്ങിക്കുന്ന തിരക്കിലായിരുന്നു. അവിടെ ഒത്തിരി വെറൈറ്റി ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും വെറൈറ്റി കേക്ക് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അവിടെയാണെങ്കിൽ ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് സ്റ്റോളും ഈവനിങ് സ്നാക്സും എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിച്ച് അവിടെ തന്നെ നിന്ന് കഴിക്കാം. ഇത്രയും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ടയേർഡായി. അങ്ങനെ നല്ല 2-3 ചായ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ നല്ല ചായ ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചു. നല്ല സ്നാക്സും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ക്രിസ്മസിൻ്റെ ഒരു സാന്റാക്ലോസിനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പോരാഞ്ഞ് ചെറിയ പ്ലാന്റ്സ് ഐറ്റംസും അവിടെ ഉണ്ട്.